പ്രൈസ് ദ ലോർഡ്. ഡിറ്റോ വടക്കൻ അക്കീക്കാവ്. വേർഡ് ഓഫ് ഗോഡ്, ദൈവത്തിൻ്റെ വചനം. സ്തോത്രം. വിത്ത് വിതയ്ക്കുന്ന ഉപമ യേശു ജനങ്ങളോട് പുരുഷാരത്തോട് പറഞ്ഞു. വിത്ത് വിതച്ചപ്പോൾ ചിലത് വഴിയരികെ വീണു, ചിലത് പാർശ്വസ്ഥലത്ത് വീണു, ചിലത് നല്ല നിലത്ത് വീണു. എന്താ വിത്ത്? വിത്ത് വചനം. സ്തോത്രം. വചനം വിതയ്ക്കുക എന്നും അതായത് സുവിശേഷം. ഞാൻ ചെയ്യേണ്ട ഡ്യൂട്ടിയാണ് സുവിശേഷം അറിയിക്കുന്നത്. വചനം വിതയ്ക്കുക, യേശുവിനെ പറ്റി പറയുക, അത് നല്ല ലക്ഷ്യമാണ് ഉയർത്തുക. നിന്റെ എൻ്റെ സകല വിഷയത്തിനും പരിഹാരമാകും വചനമാണ്. യോഹന്നാൻ 1:1 പറയുന്നത് വചനം ദൈവത്തോടു കൂടെ ആയിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ജഡമായി തീർന്നാണ് യേശു ക്രിസ്തു. സ്തോത്രം. വചനത്തിൽ നിലനിന്ന നീ ഞാനും അനുഗ്രഹിക്കപ്പെടും. സ്തോത്രം. വചനം പറയുമ്പോൾ എതിരുണ്ടാകും, നിന്ദിക്കും, പരിഹസിക്കും, അപമാനിക്കും. എന്നാൽ വചനം സാത്താൻ്റെ കോട്ടകളെ തകർക്കും. നരകം കൊള്ളയടിക്കുന്ന ശുശ്രൂഷയാണ് വചനം, സുവിശേഷം. തിരുവചനം പറയുന്നു, സാത്താനോട് എതിർത്തേൽപ്പേ, എന്നാൽ അവൻ നിങ്ങളെ വിട്ട് ഓടിപ്പോകും. തിരുവചനം വീണ്ടും പറയുന്നു, പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകല വെള്ളത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് ക്രിസ്തു അധികാരം തന്നിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. അതായത് ക്രിസ്തു അധികാരം തരുന്നു. സ്തോത്രം. തിരുവചനം വീണ്ടും പറയുന്നു, ഒരുത്തനും നിന്റെ നേരെ നിവർന്ന് നിൽക്കുകയില്ല. കർത്താവിന് പഴയ മധ്യസ്ഥനായ മോശയോട് പറയുന്നു. മോശയോട് കൂടെ ഇരുന്ന ദൈവം യോശുവയോട് പറയുന്നത്, മോശയോട് കൂടെ ഇരുന്ന പോലെ നിന്നോടും കൂടെ ആയിരിക്കും. മോശയ്ക്ക് ശേഷം നേതൃത്വത്തിൽ വന്ന യോശുവയോട് ദൈവം പറയുന്നതാണ്, മോശയോട് കൂടെ ഇരുന്ന പോലെ ഞാൻ നിന്നോട് കൂടെ ആയിരിക്കും. ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട. സ്തോത്രം. കർത്താവ് കൂടെ ഉണ്ടെങ്കിൽ, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നാം എന്തിന് ഭയപ്പെടണം? സ്തോത്രം. പൗലോസ് വചനം പറഞ്ഞപ്പോൾ ദൈവം ലുദിയായുടെ ഹൃദയം തുറന്നു. വചനം പറയേണ്ടത് നമ്മുടെ ഡ്യൂട്ടിയാണ്. ഇത് ദൈവം ലുദിയയുടെ ഹൃദയം തുറന്നപ്പോൾ ലുദിയ സ്ഥാനപ്പെട്ട് ദൈവത്തിലായി. ദൈവം ചിലരുടെ ഹൃദയം തുറക്കും, നാം വചനം പറയാൻ തയ്യാറായ. സ്തോത്രം. പൗലോസ് പറയുന്നു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, നിർബന്ധം എൻ്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നതിനുള്ള നിർബന്ധം പൗലോസിന്റെ മേൽ കിടക്കുന്നു. സുവിശേഷം അറിയിക്കുന്നത് എനിക്ക് അറിയിക്കുന്നില്ല എങ്കിൽ എനിക്ക് അയ്യോ കഷ്ടം. സ്തോത്ര. സുവിശേഷം അറിയിക്കുന്നത് എനിക്ക് ലജ്ജ. അത് സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ദോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. പൗലോസ് പറയാനുള്ളത്. അപ്പോസ്തലനെ കുറിച്ച് 1 യേശു പറഞ്ഞു, ഞാൻ സ്വർഗ്ഗസ്ഥനായ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് പിതാവും ദൈവത്തിൽ നിന്ന് പരിശുദ്ധാത്മാവിനുമായി നിങ്ങൾക്ക് അയച്ചു തരും. ശിഷ്യന്മാരോട് പറയുകയാണ് തൻ്റെ സ്വർഗാരോഹണത്തിന് മുമ്പ്. താൻ പറഞ്ഞു, സ്തോത്രം. പിതാവിൻ്റെ അടുക്കൽ പരിശുദ്ധാത്മാവിനെ അയച്ചു തരും. അതുവരെ നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് ഭൂലോകത്തൊക്കെ എൻ്റെ സാക്ഷികളാകും. സ്തോത്രം. അങ്ങനെ മർക്കോസിൻ്റെ 2 മർക്കോസിൻ്റെ മാളിക മുറി മറിയ അടക്കം 120 പേരടങ്ങുന്ന സംഘം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഇടിമുഴക്കം ശബ്ദം കേൾക്കുകയും അഗ്നിനാവുകൾ പ്രത്യക്ഷപ്പെടുകയും ആ 120 പേരും അന്യഭാഷകളിൽ ആരാധിക്കുവാനും തുടങ്ങി. സ്തോത്രം. ഈ മുഴക്കത്തിൻ്റെ ശബ്ദം കേട്ട് യെരൂശലേം ദേവാലയത്തിൽ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി വരുന്ന ജനം ഇവിടെ ഈ ശബ്ദവും അന്യഭാഷ ആരാധനയും അഗ്നിയാവുകളും അവരിതൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, അന്യഭാഷ ആരാധിക്കുന്ന കണ്ടപ്പോൾ ഇവർ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നു. അപ്പോൾ പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റെന്ന് പറഞ്ഞു, നിങ്ങൾ മദ്യപിച്ചിട്ടില്ല, നിങ്ങൾ ക്രൂശിച്ചു വന്നവനായ യേശു ക്രിസ്തു 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റ് ഞങ്ങൾക്ക് പ്രത്യക്ഷനായി. ആ യേശു ക്രിസ്തു ആണ് ഞങ്ങൾക്ക് പകർന്നതെന്നാണ് നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത്. സ്തോത്രം. പത്രോസ് യോഹന്നാനും അഭിഷേകം പ്രാപിച്ച അന്വേഷ ആരാധിച്ചിരുന്ന പത്രോസും യോഹന്നാനും അപ്പോസ്തലപ്രവൃത്തി 3 സുന്ദര ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ ആ വാതിലെ കവാടത്തിൽ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്ന വ്യക്തിയോട്, ജന്മനാ മുടന്തനായ വ്യക്തിയോട് പത്രോസ് പറഞ്ഞു, വെള്ളി പനയങ്ങൾക്കില്ല, നസറാനായ യേശുവിൻ്റെ നാമത്തിൽ നടക്കുക. ജന്മനാ മുടന്തനായവൻ നെരിയാണി ഉറച്ചും കൊണ്ട് എഴുന്നേറ്റ് നിന്ന് ആഹ്ലാദിച്ച് തുള്ളിച്ചാടിയും കൊണ്ട് ദേവാലയത്തിലേക്ക് കടന്നു വന്നു. സ്തോത്രം. പത്രോസിന് പറയാനുള്ള, വെള്ളി പൊന്നയങ്ങൾക്കില്ല, നസറനായ യേശുവിൻ്റെ നാമത്തിൽ എനിക്ക് ഞാൻ നിനക്ക് തരുന്നു.
നസറാണായി അതായത് നടക്ക എന്ന്. നസറാണായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നടക്കുക. അവൻ തുള്ളി ചാടി വേണ്ടിട്ട് ആലയത്തിലേക്ക് വന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. പത്രോസ് ഇത് കണ്ട് ജനങ്ങളെല്ലാം പത്രോസിനെ യോഹന്നാനെ കുറ്റി നോക്കുക. പത്രോസ് പറഞ്ഞു, ഞങ്ങൾ കുറ്റി നോക്കുന്നത് എന്ത്? ഞങ്ങളുടെ ശക്തി കൊണ്ടോ ഭക്തി കൊണ്ടോ അല്ല, ദൈവത്തെ യേശു ക്രിസ്തുവിനെ ഉയർത്തി മരിച്ചു ഉയർത്തി യേശു ക്രിസ്തുവിന് മഹത്വം കൊടുത്തു. സ്തോത്ര സ്തോത്ര സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി 4-ാം അധ്യായത്തിൽ പുരോഹിതന്മാര്, സദൂക്യര്, പരീശന്മാര് അവര് ഇവര് പത്രോസിനെതിരെ വന്നു. സ്തോത്ര സ്തോത്ര സ്തോത്രം. നിങ്ങൾ എന്ത് നാമത്തിൽ ഇത് ചെയ്യുന്നു? അവർ പറഞ്ഞു, നിങ്ങൾ ക്രൂശിച്ചു വന്ന യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ക്രൂശിച്ചു കൊന്നു. ഈ 3 ദിവസം എടുത്ത് തന്നെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ. സ്തോത്ര സ്തോത്രം. അവരോട് പുരോഹിത അധികാരികൾ സംഘം പറഞ്ഞു, ഇനി യേശുവിനെ കുറിച്ച് ഒരു ദിവസം തടവിലാക്കി, പിറ്റേ ദിവസം വിട്ടയച്ചു. വിടുന്നതിന് മുമ്പ് പറഞ്ഞു യേശുവിനെ കുറിച്ച് അശേഷം മിണ്ടിപ്പോകരുതെന്ന്. എന്നാൽ അവർ പറഞ്ഞു, ദൈവത്തെക്കാളധികം നിങ്ങളെ അനുസരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ന്യായമോ എന്ന് നിങ്ങൾ തന്നെ വിധിപ്പേൻ. അവർ വിട്ടയച്ച ശേഷം അവർ കൂട്ടാളികളുമായി ചേർന്നുകൊണ്ട് ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തേക്ക് നോക്കി സ്വർഗത്തിലേക്ക് നോക്കി പ്രാർത്ഥിച്ചു, ദൈവമേ, അങ്ങ് സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ കരം നീട്ടുന്നതിനാലും ജനങ്ങൾ സൗഖ്യമാകുന്നതിനാലും ഉള്ള ഈ ഭീഷണി നോക്കണമേ, വചനമാംസ കൃപ ചെയ്യണമേ. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് വരികയും അവിടെ അവർ അന്യഭാഷയിൽ ആരാധിക്കുകയും സ്തോത്രം 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 വചനം പ്രസംഗിക്കുകയും ചെയ്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 4-ന്റെ 31-ാം വാക്യം. സ്തോത്രം 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 സ്തോത്രം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അവർ വ്യക്തമായി പറഞ്ഞു, മറ്റൊരുത്തന് അവർക്ക് വ്യക്തമായി പറഞ്ഞു, മറ്റൊരുത്തനുള്ള രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ യേശു എന്ന നാമമല്ലാതെ ആകാശത്തിന് കീഴെ മറ്റൊരു നാമമില്ല. സ്തോത്രം. ആകാശത്തിന് കീഴെ മനുഷ്യരുടെ ഇടയിൽ യേശു എന്ന നാമമല്ലാതെ മറ്റൊരു നാമവുമില്ല രക്ഷിക്കപ്പെടുവാൻ. സ്തോത്രം സ്തോത്രം. യേശുവിന് മഹത്വം കൊടുത്തു. സ്തോത്രം 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 സ്തോത്രം. ആ കർത്താവ് യേശു ക്രിസ്തുവിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും വിഷയങ്ങൾ പരമേൽപ്പിക്കുന്നെങ്കിൽ യേശു ക്രിസ്തു സകല നിവർത്തിച്ചെടുക്കാൻ, സകല പ്രശ്നത്തിന് പരിഹാരം തരുവാൻ അധ്യായവനത്ര, ശക്തനത്ര, പ്രാപ്തനത്ര, കഴിവുള്ളവനത്ര അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവം അത്ഭുതങ്ങളുടെ ആളം കാണിച്ചു കൊടുക്കും, വിടുവിക്കും, ശക്തീകരിക്കും, ബലപ്പെടുത്തും. അവന്റെ കൃപയിൽ പൊതിയണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ നിരമിക്കുന്നു. ഡിറ്റോ വടക്കൻ ആക്കിക്കോ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം.